വിരുന്നിനെ കുറിച്ചാണ് ചോദിച്ചത്. മുഖ്യമന്ത്രി സ്ഥിരമായി നടത്തുന്നതാണ് ക്രിസ്മസ് പുതുവത്സര വിരുന്ന്. ഇഫ്താർ വിരുന്നും നടത്താറുണ്ട്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് അത് അനിൽ ആന്റണി ബിജെപിയുടെ ദേശീയ സെക്രട്ടറിയായി വക്താവായി വന്നതിന് ശേഷമാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത് എന്നത് താങ്കൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ? അതിലൊരു രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമില്ല. ക്രിസ്തുമസ് ദിനത്തിൽ പ്രധാനമന്ത്രി വിരുന്ന് സംഘടിപ്പിക്കുന്നതിന് ഇന്ന കാലത്ത് തുടങ്ങാവൂ എന്നൊന്നും അങ്ങനെ ഒരു നിക്ഷിപ്ത സാഹചര്യമൊന്നും ഇല്ലല്ലോ നമ്മുടെ രാജ്യത്ത്. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ ഹസ്കർ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, അദ്ദേഹം ഗുരുജി ഗോൾവൽക്കറെ കുറിച്ചാണല്ലോ പറഞ്ഞത്. കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രത്തിൽ സോവിയറ്റ് റഷ്യയിൽ 1920കളുടെ കാലഘട്ടം മുതൽ 1975കളുടെ കാലഘട്ടം വരെ എന്തായിരുന്നു ചർച്ചകളുടെ അവസ്ഥ? 22,000 ചർച്ചകൾ ഉണ്ടായിരുന്നത് 12,000 ചർച്ചകൾ ഒറ്റയടിക്ക് നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടായി. ക്രിസ്തുമസ് ദിനത്തിനെതിരായി, ക്രിസ്തുമസിനെതിരായി, സിസ്റ്റത്തിനെതിരായി, ക്രിസ്ത്യൻ സംവിധാനങ്ങൾക്കെതിരായി റഷ്യയിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നടപടികളുമെല്ലാം ആ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ, ലെനിൻ്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെല്ലാം എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് ചരിത്ര പുസ്തകങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ പോരെ, ഗൂഗിളൊന്ന് സെർച്ച് ചെയ്താൽ പോരെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് അറിയാനായിട്ട്. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം അതാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിരുന്നിലും അതിനെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാവണ്ടേ? അതല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസം അവരുടെ ആളുകളുമായി സംവദിക്കാൻ തയ്യാറാകുന്നു, അവരെ വിരുന്നൊരുക്കാൻ തയ്യാറാകുന്നു. അതിന് പ്രത്യേകിച്ച് കാലഘട്ടമൊന്നുമില്ല. എന്നതാണ് താങ്കളുടെ വാദം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഒരു വളരെ സ്വാഭാവികമായ ഒരു കാര്യം എന്ന് മാത്രമാണ് താങ്കളുടെ വാദം. അഡ്വക്കേറ്റ് ഹസ്കർ, അങ്ങയുടെ മറുപടി. സുജയ, ഇക്കാര്യത്തിൽ ഞാൻ കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളോട് അവശ്യം വായിച്ചിരിക്കേണ്ട ഒരു ഗുരുജി ഗോൾവാർക്കറുടെ കുരുക്ഷേത്ര പ്രകാശിൽ പ്രസിദ്ധീകരിച്ചുള്ള ശ്രീ പി മാധവൻ വിവർത്തനം ചെയ്തിട്ടുള്ള പേജ് നമ്പർ 228 വരെയുള്ള പേജുകളിൽ പുലിനഖങ്ങൾ പുറത്തു വരുന്നു, ആഭ്യന്തര ശത്രുക്കൾ ക്രിസ്ത്യാനികൾ, അവരോട് മാർക്സിന്റെ ചരിത്രവും വായിക്കാൻ പറയണം. നമുക്കത് വലിയ വിഷയമാണ്, അതൊരു വലിയ വിഷയം തന്നെയാണ്. മാർക്സിൻ ദർശനത്തിൽ മതത്തെ സംബന്ധിച്ച് നിങ്ങൾ അല്ലല്ല, വിചാരധാരയുടെ അവശ്യം മനുവും അതുപോലെ തന്നെ കാത്തലിക് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ആ പുസ്തകത്തിന്റെ അത്തരം താളുകളൊന്ന് മറിച്ചു നോക്കിയാൽ എന്താണ് ആട്ടിൻ തോലിട്ട ചെന്നായിയുടെ രൂപത്തിൽ നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ച് നിങ്ങളെ അകപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യം വരും. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും വിചാരധാരയുടെ അന്തർധാര മനസ്സിലാക്കാനുള്ള ആത്മ ചൈതന്യമുള്ള ആളുകൾ എന്ന അർത്ഥത്തിൽ നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ. ആ വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ അപ്പോൾ വിചാരധാര 1960കളിൽ ഇറങ്ങിയ പുസ്തകമാണെന്നും ഞങ്ങളത് മാറ്റിവെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് ആഘോഷം അനാവശ്യമാണെന്ന് പറഞ്ഞ ഓർഗനൈസറിൻ്റെ 2023 ഡിസംബറിലൊക്കെമെങ്കിലും വീണ്ടും ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇവാഞ്ചലിക്കൽ സഭകൾ നടത്തുന്നത് മതപരിവർത്തനമാണെന്നും അവരെ രാജ്യത്ത് നിന്ന് തുരത്തണമെന്നും ഓർഗനൈസർ വിളിച്ചു പറയുന്നു എങ്കിൽ നിങ്ങളോട് കാണിക്കുന്നത് ആട്ടും തോലിട്ട ചെന്നായിയുടെ സ്നേഹം മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അത് കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രിസ്തുമത വിശ്വാസികൾ തിരിച്ചറിയും എന്നു തന്നെയാണ്. ചില മതമേലധ്യക്ഷന്മാർക്കെങ്കിലും അത് ബോധ്യം വരുന്നില്ലെങ്കിൽ പോലും അത് തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. സുജയ.